അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക കയ്പ ഉപ്പേരിയാണ്. കയ്പ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മുഖം ചുളിയാം. കാരണം അതിനകത്ത് കയ്പ് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ. ഞാനൊന്നും ചെറുപ്പകാലത്ത് കയ്പ തീരെ കഴിക്കില്ലായിരുന്നു. ഈ രീതി പരിചയപ്പെട്ടതിന് ശേഷം ഇതെൻ്റെ ഫേവറേറ്റായി. ഇതിലേക്ക് മറ്റു ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഇതിൻ്റെ കയ്പൊന്ന് കുറച്ചെടുക്കും. ഇത് ഇക്കാക്കാൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞാൻ അതേവരെ മറ്റൊരു വീട്ടിലും ഈ ഒരു റെസിപ്പി കണ്ടിട്ടില്ല. ഇതൊരു ടിപ്പാണ് കേട്ടോ. ഇതിനകത്ത് കയ്പയാണ്. കയ്പ ഞാൻ വാങ്ങിച്ചപ്പം പെട്ടെന്ന് പഴുക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉള്ളിത്തതൊക്കെ കളഞ്ഞ് കഴുകി ഉണങ്ങിയതിന് ശേഷം കവറിൽ കെട്ടി വെച്ചതാണ്. ഇതിപ്പോൾ കവറിൽ കെട്ടി വെച്ചിട്ട് ഒരാഴ്ചയോളമായി. കയ്പക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരാഴ്ച വരെയൊക്കെ നമുക്കിങ്ങനെ വെച്ചാൽ പഴുക്കാതെ സൂക്ഷിക്കാം. അപ്പോൾ ഇത് ഞാനിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുക്കുകയാണ്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള കയ്പ ചെറുതാക്കിയിട്ട് ചതുരത്തിൽ മുറിച്ചെടുക്കാം. നമ്മളിതിങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചെന്ന് കരുതിയിട്ട് വാടിയിട്ടൊന്നുമില്ല. പകരം നല്ല കരുത്തിൽ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനും ഇതേപോലെ മുറിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 മീഡിയം തക്കാളി, പിന്നെ ഒരു ചെറിയൊരു മീഡിയം സവാള, 2 ആൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു 6 സ്പൂൺ കിട്ടാൻ പാകത്തിന്. പിന്നെ നമ്മുടെ പാകത്തിന് എരിവിനുള്ള പച്ചമുളകും. ഇതും കൂടെ ഒന്ന് ചതുരത്തിൽ മുറിച്ചെടുക്കാം. ഇനി എല്ലാം എടുത്തിട്ട് ഒരു കുക്കറിനകത്തേക്ക് ഇടാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൽ 4/1 ഭാഗമായിട്ട് ചുരുങ്ങും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് വെള്ളം, ഇതിന് അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. നമ്മളിട്ട തക്കാളിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തും വെള്ളം ഉണ്ടാകും. ഒന്ന് മിക്സ് ചെയ്യാം. തീ ഓണാക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് വേവാനായിട്ട് വെക്കാം. ഒരു 4-5 വിസിലൊപ്പം വന്നതിന് ശേഷം ഓഫാക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു 5-6 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ട് നന്നായിട്ട് എയറൊക്കെ പോയിട്ടുണ്ട്. അത് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഇതാ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കഷ്ണങ്ങളൊക്കെ ഒരു പാകം വേവാണ്. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ച് വരുമ്പോഴത്തേന് ഇതിനെ നമുക്കൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ഉടഞ്ഞ രീതിക്കാണ് ഇത് ടേസ്റ്റ്. ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു, ഉടഞ്ഞു കഴിഞ്ഞു. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് വറക്കാം. പാത്രം ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കാം. ആയിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് തെറിക്കാതിരിക്കാൻ വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഇനി തീ ഓഫ് ചെയ്യാം. ഈ എണ്ണയുടെ ചൂട് മതി മുളകും കറിവേപ്പിലയൊക്കെ ഒന്ന് ആയി വരാൻ. ഇനി ഇത് കയ്പയിലേക്ക് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാം. പിന്നെ കഴിക്കാൻ നേരം എടുത്താൽ മതി. ഞാനൊരു ദിവസം ഉച്ചക്കാണ് ഇത് കഴിച്ചത്. ഇതിനോട് കൂടിയിട്ട് ചെമ്മീനും ഉണ്ടായിരുന്നു. അപ്പോൾ കയ്പയുടെ കയ്പ് ഇഷ്ടമല്ലാത്തവർ ഇനി ആ കാരണം പറഞ്ഞുകൊണ്ട് കയ്പയെ ഒഴിവാക്കേണ്ടതില്ല. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വറുത്തെടുക്കൂലേ, അതുപോലെ വറുത്തെടുത്താലും കയ്പയുടെ ആ വലിയ കയ്പ് രുചിയൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ ഈ ഒരു കയ്പ ഉപ്പേരി നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ അതുകൂടെ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് സുപരിചിതമാണോ ഈ ഉപ്പേരി? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.